Hi everyone, welcome back to Nutshell Lines. Today we are moving to the part 2 session of the novel Ladies Coupe, written by Anita Nair. Once again, welcome to the video. So we are moving to chapter 2. Chapter 2 is entitled as A Certain Age. ഈ ഒരു നോവലിൽ എല്ലാ ചാപ്റ്റേഴ്സിനും ടൈറ്റിലില്ല. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ചാപ്റ്റേഴ്സിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, വിച്ച് മീൻസ് ഈവൻ നമ്പർ ചാപ്റ്റേഴ്സിനാണ് ടൈറ്റിൽസ് കൊടുത്തിട്ടുള്ളത്. സോ ചാപ്റ്റർ 2 ഇറ്റ് ഈസ് ദി സ്റ്റോറി ഓഫ് ജാനകി. ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ ചാപ്റ്റർ 2 കാണുന്നത്. Janaki married Prabhakar when she was 18 and it was an arranged marriage. ജാനകി എന്ന് പറയുന്ന ക്യാരക്ടർ തൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന മറ്റ് സ്ത്രീകളോട് അവളുടെ കഥ പറയുകയാണ്. അപ്പം ജാനകി തൻ്റെ ആ ഒരു മാരേജ് ടൈമും പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നരേറ്റ് ചെയ്യുകയാണ്. സോ ഷീ മാരീഡ് പ്രഭാകർ എന്ന് പറയുന്ന ആളെയാണ് ജാനകി കല്യാണം കഴിച്ചത്. ആൻഡ് ഇറ്റ് വാസ് ദി ഏജ് ഓഫ് 18, ഒരു 18 വയസ്സായപ്പോഴായിരുന്നു അവളുടെ മാരേജ്. ആൻഡ് ഇറ്റ് ഈസ് എ നാച്ചുറൽ മാരേജ് വിച്ച് മീൻസ് എൻ അറേഞ്ച്ഡ് മാരേജ്. ദേ വർ കൺസിഡേർഡ് പെർഫെക്റ്റ്ലി സ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ. അതായത് ഫാമിലി കണ്ടുപിടിച്ച ഒരു ആളായിരുന്നു. സോ എന്തുകൊണ്ടും വളരെ ഒരു പെർഫെക്റ്റ് കപ്പിൾസ് ആയിരുന്നു അവർ. At that age, she didn't know anything about the concept of marriage. മാരേജിനെ പറ്റി വലിയ അറിവൊന്നും ജാനകിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദാറ്റ്സ് എ ടെൻഡർ ഏജ്, വളരെ ചെറിയൊരു ഏജാണ്. ആ ഒരു ടീനേജിന് ശേഷം തന്നെയാണ് അവരുടെ മാരേജ് കഴിയുന്നത്. സോ മാരേജ് എന്താണെന്നോ അതിൻ്റെ അതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നോ അങ്ങനെ വലിയ അറിവൊന്നും ജാനകിക്ക് ഉണ്ടായിരുന്നില്ല. And one thing that her aunts and mother took great care to perfect what they called the skills of marriage, that is cooking, cleaning, sewing, pickling, etc. പിന്നെ അവൾ കണ്ടിരുന്ന ഒരു കാര്യം, അവളുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൻറ്റിമാരും അതുപോലെ അവളുടെ അമ്മയും ചെയ്യുന്ന പല കാര്യങ്ങൾ, അതായത് മാരേജ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില സ്കിൽസ് ഉണ്ട്. അതായത് കുക്കിങ്, ക്ലീനിങ്, സ്വീവിങ്, പിക്ലിങ്, അതായത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിലൊക്കെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് വേണം എന്നുള്ളത് അവരെല്ലാം പറയുന്നതായിട്ട്, ആ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തണം എന്നുള്ള ഒരു കാര്യം മറ്റുള്ളവർ പറയുന്നത് പലപ്പോഴും ജാനകി കേട്ടിട്ടുണ്ട്. അതിൽ പരം അവൾക്ക് മാരേജിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ല. അപ്പം മാരേജ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില സ്കിൽസ് നമ്മൾ പെർഫെക്റ്റ് ആക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കിൽസിലൂടെ നമ്മൾ ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ജാനകിക്ക് അറിയാൻ പാടുള്ളൂ. So on her wedding night, when he touched her body, she felt a strangeness. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്താണെന്നോ അല്ലെങ്കിൽ മാരേജിൻ്റെ അന്ന് അദ്ദേഹം അവളുടെ ബോഡിയിൽ ആദ്യമായിട്ട് ടച്ച് ചെയ്തപ്പോൾ അവൾക്ക് ഒരു കൈൻഡ് ഓഫ് സ്ട്രേഞ്ച്നെസ് ആണ് തോന്നിയത്. ഒരു അറിയാൻ പാടില്ലാത്ത ആരോ തൻ്റെ ബോഡിയെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീല്, ആ ഒരു സ്ട്രേഞ്ച്നെസ് ആണ് അവൾക്ക് ഫീൽ ചെയ്തത്. And she had never been alone with a man in a room with the door locked. ആൻഡ് ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു പുരുഷനുമായിട്ട് ഒരു റൂമിനുള്ളിൽ ഇങ്ങനെ ഇതുവരെ അവൾ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. സോ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജാനകിക്ക്. He is your husband and you must accept whatever he does, Janaki's aunts whispered as they led her to the bedroom. അപ്പോൾ ഈ പറഞ്ഞ ആൻറ്റിമാരും അമ്മയും ഒക്കെ അവളോട് പറഞ്ഞൊരു കാര്യം അവൾ ഓർക്കുകയാണ്. അതായത് ഇനി മുതൽ അയാളാണ് നിൻ്റെ ഭർത്താവ്, അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സമ്മതിക്കുക, അല്ലെങ്കിൽ അയാളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുക എന്നുള്ളൊരു കാര്യം ആൻറ്റിമാരൊക്കെ മാറി നിന്ന് വിസ്പർ ചെയ്യുന്നതായിട്ട് അവൾ കേട്ടിരുന്നു. ഷീ ടുക്ക് ടൈം ടു ആക്സെപ്റ്റ് ഹിം ഫിസിക്കലി ആൻഡ് മെൻ്റലി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാനകിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ ഫിസിക്കലിയും മെൻ്റലിയും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഷീ ടുക്ക് ടൈം, കുറച്ച് സമയമെടുത്തു. ദെൻ ഷീ ബിഗാൻ ടു ഡിസ്കവർ ദ ഹിഡൻ പ്ലഷേഴ്സ് ഓഫ് ടുഗദർനെസ്. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ജാനകി പിന്നീട് ആ ഒരു ട്രാക്കിലേക്ക് വീഴാണ്, ആ ഒരു ഫാമിലി ലൈനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലഷേഴ്സിലേക്ക് അവൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്.
ആഫ്റ്റർ 40 ഇയേഴ്സ് ദർ വർ നോ മോർ സർപ്രൈസസ് ഓൺലി എ ഫ്രണ്ട്ലി ലവ്. പക്ഷേ ഇപ്പോൾ ഒരു 40 വർഷം പിന്നിട്ടിരിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട്. ഇപ്പോൾ വലിയ സർപ്രൈസസോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു ഡിഫറൻസ് ഒന്നും അവൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്രണ്ട്ലി ലവ്. ഒരു ഫ്രണ്ട്ലി ലവ് മാത്രമായിട്ടാണ് ലൈഫ് പോകുന്നത്. And every night for the past 10 years, she used to take a tablet in order to overcome her inability to fall asleep naturally. അപ്പോൾ ജാനകിക്ക് കുറച്ച് മെഡിക്കൽ അല്ലെങ്കിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവൾക്ക് നാച്ചുറലായിട്ട്, അതായത് സാധാരണ നമ്മൾ ഉറങ്ങുന്ന പോലെ ഉറക്കം കിട്ടാറില്ല. ഒരു 10 വർഷമായിട്ട് ഉറക്കത്തിനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്, ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. വിച്ച് മീൻസ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ജാനകി എന്ന് പറയുന്നത്. ആൻഡ് വെൻ യു ഗെറ്റ് ടു സെർട്ടൻ ഏജ് സ്ലീപ്പ് ഡസ് ബിക്കം ഡിഫിക്കൾട്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നമ്മളൊരു പ്രത്യേക ഒരു പ്രായത്തിലെത്തുമ്പോൾ, ഒരു സെർട്ടൻ ഏജിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഉറക്കമൊക്കെ കുറവായിരിക്കും. അപ്പോൾ മറ്റു പല ആളുകളെയൊക്കെ നമ്മൾ ഉറക്കം കിട്ടാനായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. വിച്ച് മീൻസ് ടാബ്ലറ്റ്സ് നമ്മൾ എടുക്കേണ്ടി വരും. a certain age, that is she was a woman of a certain age. അപ്പോൾ this is the significance of the title. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നിന്നാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. അതായത് ഈ ഒരു പ്രത്യേക പ്രായം, ഈ ഒരു certain ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിലേക്ക് വരുമ്പോൾ നമുക്ക് പലതും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. Her husband was restless sleeper, but he had no trouble falling asleep. പക്ഷേ when compared to her husband, അവളുടെ ഹസ്ബൻഡിനെ നോക്കുകയാണെങ്കിൽ പ്രഭാകരനാണെങ്കിൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരാളാണ്, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് വർക്കിൽ. പക്ഷേ അയാൾക്ക് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം അവൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. വൺ ഡേ ജാനകി ഡിസ്കവേർഡ് ദാറ്റ് ഷി വാസ് പ്രഗ്നൻറ്റ്. ഇനി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അവൾ ആദ്യമായിട്ട് തൻ്റെ ആ ഒരു പ്രഗ്നൻസി ടൈം അവൾ തിരിച്ചറിഞ്ഞൊരു ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ സമയത്തിലേക്ക് പോവുകയാണ്. ആൻഡ് വെൻ സിദ്ധാർത്ഥ് കെയിം ദ ഹോൾ സിറ്റുവേഷൻ ചേഞ്ച്. സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് ജാനകിയുടെ വൺ ആൻഡ് ഓൺലി സണ്ണാണ്. അവർക്കൊരു മകനേ ഉള്ളൂ. അപ്പോൾ സിദ്ധാർത്ഥ് വരുന്നത് വരെ ജാനകിയുടെയും പ്രഭാകരൻ്റെയും ലൈഫിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവർ വളരെ ഒരു പ്രത്യേക ബോണ്ടിലാണ് പോയിരുന്നേച്ചത്. വളരെയധികം ഹാപ്പി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹാപ്പിനെസ് കുറഞ്ഞു എന്നല്ല, സിദ്ധാർത്ഥ് വന്നപ്പോഴും അവർ തമ്മിലുള്ള ആ ഒരു മ്യൂച്വൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു മ്യൂച്വൽ ലവ് കുറച്ച് വേറൊരു രീതിയിലേക്ക് മാറി. ഫോർ എക്സാമ്പിൾ, ഇൻ ബെഡ് ദർ കോൺവെർസേഷൻ ചേഞ്ച്ഡ് ഇൻ ടു ഈസ് ദ നാപ്പി വെറ്റ്. അതായത് എപ്പോഴും റൊമാൻറ്റിക്കായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്ന, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ ഒരു ആ ഒരു ക്യൂട്ട് റിലേഷൻഷിപ്പിലേക്ക് പതിയെ പതിയെ അവരുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളായി വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഈസ് ദ നാപ്പി വെറ്റ്, കൂടുതലും കുട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അതായത് ബെഡ് നനഞ്ഞോ അല്ലെങ്കിൽ നാപ്പി വെറ്റായോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങി. വിച്ച് മീൻസ് അവരുടെ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ബോണ്ടിലേക്ക് തേർഡ് പേഴ്സൺ വരുന്നതിൻ്റെ ആ ഒരു സൂചനയാണ് കാണിക്കുന്നത്. ദ ലുക്ക്ഡ് അറ്റ് ദി ചൈൽഡ് ആൻഡ് സോ ദംസെൽസ് ഇൻ ഹിം. അവരുടെ ലൈഫിലെ ഓരോ ഗ്രോത്തിലും ഈ കുട്ടിയുടെ ആ ഒരു വളർച്ച വരുമ്പോൾ അവർക്ക് പലപ്പോഴും വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. വെൻ ഹി കെയിം ഹോം വിത്ത് എ സിൽവർ കപ്പ് ദ പ്രൈസ് ഫോർ എ സ്കൂൾ ടെന്നീസ് മാച്ച് ദർ ഹാർട്ട് സ്പാർക്കിൾഡ്. അതായത് സിദ്ധാർത്ഥ എന്ന് പറയുന്ന കുട്ടി മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയാണ്. അവൻ സ്പോർട്സിൽ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഒരിക്കലും അവനൊരു സിൽവർ കപ്പ് കിട്ടുന്നുണ്ട് ഫോർ ടെന്നീസ് സ്കൂൾ മാച്ച്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പ്രഭാകറും ജാനകിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അറ്റ് പാർട്ടീസ് ദേവർ ഗോൾഡൻ കപ്പിൾസ്. മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ഗോൾഡൻ കപ്പിൾസാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രമല്ല, അവരുടെ ലൈഫിലും അവർ ഭയങ്കരമായിട്ട് മ്യൂച്വലായിട്ട് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ബോണ്ടിങ്ങിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരൊന്നും ചെയ്തിട്ടില്ല. സോ അവരുടെ ഉള്ളിൽ തന്നെ അവർ നല്ലൊരു കപ്പിൾസ് തന്നെയാണ്. ആൻഡ് അറ്റ് ദി സെയിം ടൈം പുറത്ത് നോക്കുമ്പോഴും അവർ വളരെയധികം ഒരു നല്ലൊരു ഒരു പെർഫെക്റ്റ് മോഡൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കപ്പിൾസാണ്. പ്രഭാകർ സപ്പോർട്ടഡ് ഹിം ഇൻ ഹിസ് ഈച്ച് സ്റ്റെപ്സ് ഓഫ് ലൈഫ്. സിദ്ധാർത്ഥിൻ്റെ ഓരോ വളർച്ചയിലും സഹായിക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് പ്രഭാകറാണ്. ജാനകി ഡിഡിൻ ലൈക്ക് ദറ്റ് ഓവർ പാമ്പറിങ്. ഇൻസ്റ്റെഡ് ഷി ആസ്ക്ഡ് പ്രഭാകർ ടു മേക്ക് എ കൺട്രോൾ ഓവർ ഹിം. അപ്പോൾ പലപ്പോഴും ജാനകി പ്രഭാകരനെ വോൺ ചെയ്യുന്നുണ്ട്. അതായത് ആവശ്യമില്ലാതെ കുട്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്, അതിന് പകരം നമ്മൾ ഒരു കൺട്രോൾ കൊണ്ടുവരണം, അല്ലാതെ നമ്മളെപ്പോഴും ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുവരുന്നത് അത് പ്രശ്നമാണെന്നുള്ളത് ജാനകി പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മൾക്ക് റീഡേഴ്സിലേക്ക് അനിത നായർ കൊണ്ടുവരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇവിടെ ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറും പാമ്പേർഡാണ്. അതായത് ജാനകിയെ എപ്പോഴും പ്രഭാകർ ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയെ പോലെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുകയാണ്. അതായത് അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അയാളില്ലാതെ അവൾക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല. ബിക്കോസ് ഞാൻ പറഞ്ഞു, അവരൊരു അറ്റ് ദി ഏജ് ഓഫ് 18 അവളെ പ്രഭാകരെ വിവാഹം കഴിക്കുന്നത്. സോ ആ ഒരു കൗമാരം അല്ലെങ്കിൽ ആ ഒരു ടീനേജിൻ്റെ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ തന്നെ മാരേജിലേക്ക് വന്നതുകൊണ്ടാവാം എന്ത് കാര്യത്തിലും എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ എന്തൊരു മൊമെൻറ്റ് വരുമ്പോഴും എപ്പോഴും ജാനകി എന്ന് പറയുന്ന ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രഭാകരനെയാണ്. സോ അവർക്ക് തമ്മിൽ വളരെയധികം ഒരു ബോണ്ടുണ്ട്. ആൻഡ് ജാനകി കുഡിൻ സർവൈവ്, അല്ലെങ്കിൽ ജാനകിക്കൊരു പുറത്തേക്കൊരു ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് പ്രഭാകർ. കാരണം പ്രഭാകർ ഇല്ലാതെ അവർക്കൊന്നിനും സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. Prabhakar is a caring, loving and understanding husband. He understands Janaki very well and she couldn't think a life without the presence of her husband. ഇയേഴ്സ് ലേറ്റർ സിദ്ധാർത്ഥ് ഈസ് വെൽ സെറ്റിൽഡ്. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു, സിദ്ധാർത്ഥ് വലിയൊരു ഒരു കുട്ടിയായി. ആൻഡ് സിദ്ധാർത്ഥ് ഇപ്പോൾ വെൽ സെറ്റിൽഡ് ആണ്. സിദ്ധാർത്ഥ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അവൻ ജീവിക്കുന്നത്. അവൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത് ബിക്കോസ് ഓഫ് ഹിസ് ജോബ്. ആൻഡ് ആഫ്റ്റർ ദി വെഡിങ് ആൻഡ് ഹണിമൂൺ ദ കെയിം ടു ഹോം. അപ്പോൾ അവരുടെ സിദ്ധാർത്ഥിൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം സിദ്ധാർത്ഥും സിദ്ധാർത്ഥിൻ്റെ വൈഫും വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയാണ് ആഫ്റ്റർ ഹണിമൂൺ. And Jaya is the character that is wife of Siddharth. Jaya, her daughter-in-law, said, "Mummy, you are so lucky to have a man like Papa for your husband." അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ജയ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് ജാനകിയുടെ ഡോട്ടർ-ഇൻ-ലോ ജാനകിയോട് പറയുന്നുണ്ട്, മമ്മി പപ്പനെ പോലുള്ള ഒരാളെ ഹസ്ബൻഡായിട്ട് കിട്ടിയതിൽ മമ്മി വളരെ ലക്കിയാണ് എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഹീ ചോപ്ഡ്, ഷീ കുക്ക്ഡ് ആൻഡ് ഹീ വാഷ് ദ ഡിഷസ് ആൻഡ് സ്വിച്ച് ഓഫ് ദി ലൈറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു കുക്ക് ചെയ്യുമ്പോൾ പോലും പ്രഭാകർ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ ജാനകിക്ക് അത് കുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരാൾ പാത്രം കഴുകുമ്പോൾ ഒരാൾ ലൈറ്റ്സ് എല്ലാം സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ വളരെയധികം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. സോ അത് കാണുമ്പോൾ പുറമേയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേകത തോന്നും. ബിക്കോസ് അവർ രണ്ടുപേരും തമ്മിൽ വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ലൈഫ് കൊണ്ടുപോകുന്നത്. സോ ഷീ കുഡ്ന്റ് ഡു എ സിംഗിൾ തിങ് അറൗണ്ട് ദി ഹൗസ് വിത്തൗട്ട് ഹിസ് ഹെൽപ്പ്. When Papa died, Mama has had to do everything by herself, Jaya said. അപ്പോൾ ജയ ഒരു തമാശയ്ക്ക് പറയുന്നുണ്ട്, പപ്പയുടെ മരണശേഷം മമ്മയ്ക്ക് പണി കിട്ടും, മമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മമ്മ ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യേണ്ടി വരുമെന്ന് ജയ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നുണ്ട്. One day, Siddharth asked Janaki about her existence in the huge house after Prabhakar's death. അപ്പോൾ ഒരു ദിവസം സംസാരിക്കുന്നിടക്ക് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, മമ്മി പപ്പയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മി ഇത്രയും വലിയ വീട്ടിൽ എങ്ങനെ താമസിക്കും? അത് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. കാരണം പപ്പയില്ലാതെ മമ്മിക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. And Janaki changed the subject every time when Siddharth mentioned it. ഈ ഒരു വിഷയം സിദ്ധാർത്ഥ് എപ്പോൾ പറയുന്നോ അപ്പോൾ ജാനകി സിദ്ധാർത്ഥുമായിട്ട് ചൂടാകും. പിന്നീട് ആ ഒരു വിഷയം അവിടെ നിന്ന് മാറ്റിക്കളയും. അപ്പം ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് പിന്നീട് അവർ ഡീവിയേറ്റ് ചെയ്തു പോകും. അങ്ങനെയാണ് സാധാരണ നടക്കാറ്. ബിക്കോസ് ജാനകിക്കറിയാം ജാനകിക്ക് പ്രഭാകർ ഇല്ലാതെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളത്. So when it was the time for Jaya to be admitted to hospital for the cesarean, Siddharth called his parents. പിന്നീട് ജയ എന്ന് പറയുന്ന ക്യാരക്ടർ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ സിസേറിയൻ വേണ്ടിയിട്ട് ജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാനകിയെയും അതുപോലെ തന്നെ പ്രഭാകരെയും ഹോസ്പിറ്റലിലേക്ക് സിദ്ധാർത്ഥ് വിളിക്കുന്നുണ്ട്. ഓൺ ദി തേർഡ് ഡേ ദി സ്ക്വാബിൾസ് ബിഗിൻ. അങ്ങനെ ഇവർ രണ്ടുപേരും സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നീട് പ്രശ്നങ്ങളായി തുടങ്ങി. കുട്ടി വന്നതിന് ശേഷം ഫാമിലിയിൽ ഭയങ്കര പ്രോബ്ലംസ് ആയി തുടങ്ങി. There were no real reasons for them to fight at each other, but they always did. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പിണങ്ങാൻ വേണ്ടിയിട്ട്. ഈ അമ്മയും മകനും തമ്മിൽ, അതായത് ജാനകിയും സിദ്ധാർത്ഥും തമ്മിൽ എപ്പോഴും വഴക്കാം. പക്ഷേ എന്താണ് റീസൺസ്? പ്രത്യേകിച്ച് അങ്ങനെ റീസൺസ് ഒന്നുമില്ല. എങ്കിൽ പോലും എപ്പോഴും ചെറിയ കാര്യങ്ങളിൽ അവർ തമ്മിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവും. And Prabhakar stood in the middle without taking any sides. Siddharth started to compare Janaki with Jaya's mother as she is more generous and loving and caring mother.
അപ്പോൾ സിദ്ധാർത്ഥ് കണ്ടുപിടിച്ച ഒരു കാര്യം, ജാനകി എന്ന് പറയുന്ന ക്യാരക്ടർ എപ്പോഴും പപ്പയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് പപ്പയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ജയയുടെ അമ്മ അങ്ങനെയല്ല. ജയയുടെ അമ്മ അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. സോ അവൻ്റെ കണ്ണിൽ ജാനകി എന്ന് പറയുന്ന ക്യാരക്ടർ, തൻ്റെ അമ്മ വളരെ നിസ്സാരയും അതുപോലെ തന്നെ ജയയുടെ അമ്മ കുറച്ചും കൂടി ലവിങ്ങും കെയറിങ് ആയിട്ടുള്ളൊരു മദറായിട്ട് അവന് ഫീൽ ചെയ്യുകയാണ്. ആൻഡ് വൺ ഡേ പ്രഭാകർ ആസ് ജാനകി ടു പാക്ക് തിങ്സ്. ഈ ഒരു ദിവസം ഭയങ്കരമായിട്ട് വഴക്ക് മൂർച്ഛിച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പോൾ പ്രഭാകർ പറയുന്നുണ്ട്, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ദറ്റ് ഈസ് വി ആർ ലീവിങ് റൈറ്റ് നൗ, യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എനി ഓഫ് ദിസ് നോൺ സെൻസ് ഫ്രം ഹിം. പ്രഭാകർ ഹാഡ് സ്റ്റോംഡ് ഇൻ ടു ദ ഡൈനിങ് റൂം. അങ്ങനെ ദേഷ്യപ്പെട്ട് പ്രഭാകർ വളരെയധികം ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. After that fight, Siddharth had gone to his knees and played with his mother to stop crying. അപ്പോൾ അവൻ്റെ ചെറുപ്പകാലം തൊട്ട് അതുവരെ അവനെ നോക്കിയിട്ടുള്ള പല കാര്യങ്ങളും എടുത്ത് പറഞ്ഞ് പ്രഭാകർ ചൂടാവുമ്പോൾ സിദ്ധാർത്ഥിന് അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. അപ്പം അമ്മയായിട്ട് ഈ ഒരു ഫൈറ്റ് വന്നതിൽ അവന് ഭയങ്കര സങ്കടം തോന്നുന്നു. അവസാനം അമ്മയുടെ കാലിൽ വീണിട്ട് അവൻ മാപ്പ് പറയുന്നുണ്ട്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് അറിയാതെ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് ഹീ ഈസ് നോട്ട് എ ബാഡ് സൺ. ഐ നോ ഹീസ് ടെൻസ് അബൌട്ട് ദ ബേബി ബീയിങ് ബോൺ ഇൽ. ഐ നോ ദാറ്റ് ഹിസ് വർക്ക് പ്രഷർ ഈസ് ഹൈ. ഇറ്റ്സ് ദ സ്ട്രെസ് ദാറ്റ് മേക്ക് ഹിം നാസ്റ്റി. ഹീ ഈസ് നോട്ട് എ ബാഡ് സൺ. ഐ നോ ദാറ്റ് ഷീ സെഡ്. അപ്പോൾ അവൾ പ്രഭാകരോട് പറയുന്നുണ്ട്, നമ്മുടെ മകൻ ഒരിക്കലും ചീത്തയല്ല. അവൻ കുട്ടിയുടെ ആ ഒരു ആരോഗ്യ പ്രശ്നം കൊണ്ടാകാം, അല്ലെങ്കിൽ അവൻ്റെ വർക്ക് പ്രഷർ താങ്ങാത്ത കൊണ്ടാവാം, അങ്ങനെ അവൻ്റെ സ്ട്രെസ്സ് കൊണ്ടിട്ടാവാം അവൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ സംസാരിക്കുന്ന ഇടയിൽ അവൻ പറയുന്നുണ്ട്, പപ്പയാണ് അമ്മ ഇത്രയും വഷളാക്കിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് തമ്മിൽ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അതൊരു ട്രൂ ആണെങ്കിൽ പോലും അവർക്ക് പലതും അംഗീകരിക്കാൻ പറ്റുന്നില്ല, പ്രഭാകരനും ജാനകിക്കും. സോ ദെൻ ഷി ഡിസൈഡ്സ് ടു ഗോ ടു ഹോം ആൻഡ് ദിസ് ഇസ് ദ ജേണി. അങ്ങനെയാണ് അവർ ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും മകൻ്റെ മകൻ മാപ്പ് പറഞ്ഞതെല്ലാം അവർ സ്വീകരിച്ചു. അത് അവൾ മകനെ അനുഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ജാനകിയും പ്രഭാകറും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ യാത്രയിലേക്ക് അവർ വരുന്നത്. സോ ദാറ്റ് ഈസ് ദിസ് ജേർണി ആൻഡ് ദിസ് ഈസ് ദി എൻഡ് ഓഫ് ചാപ്റ്റർ 2.